ഹായ് പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രോബ്ലം സോൾവിങ് ആണ്. പാർട്ട് 3 ആണ് കേട്ടോ. പാർട്ട് 1ഉം പാർട്ട് 2ഉം ഉണ്ട്, പോയി കാണണേ. പാർട്ട് 3യിലാണ് പ്രോബ്ലം സോൾവിങ്. എന്താ ഈ പ്രോബ്ലം സോൾവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബ്ലം സോൾവിങ് ഒരു കോഗ്നിറ്റീവ് പ്രോസസ്സാണ്. പിന്നെ അതിലൊരു ഇൻഡിവിജ്വൽ എന്താ ചെയ്യുന്നത്, ഐഡൻറ്റിഫൈ ചെയ്യും ആ ഒരു പ്രോബ്ലം എന്താണ്. അതുപോലെ തന്നെ ആ ഒരു പ്രോബ്ലം വന്നല്ലോ, അപ്പോൾ അതിനൊരു സൊല്യൂഷനും കണ്ടെത്തണം, ഒരു എഫക്റ്റീവ് സൊല്യൂഷനും കണ്ടെത്തണം എന്നുള്ളത് ആണ് ഈ പ്രോബ്ലം സോൾവിങ് എന്നുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സ്റ്റെപ്സ് ഇൻ പ്രോബ്ലം സോൾവിങ്. സ്റ്റെപ്പുകൾ നോക്കാം. ഐഡൻറ്റിഫൈ ദ പ്രോബ്ലം. എന്താണ് ആ പ്രോബ്ലം എന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഈ റെക്കഗ്നൈസിങ് ദാറ്റ് എ പ്രോബ്ലം എക്സിസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, എ സ്റ്റുഡൻറ്റ് റിയലൈസസ് പുവർ എക്സാം പെർഫോമൻസ്. എക്സാമിന് നമുക്ക് മാർക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു? ഒന്ന്, ചിലപ്പോൾ ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. രണ്ട്, നമ്മൾ നേരെ റിവിഷൻ ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ആയിരിക്കാം എക്സാമിന് മാർക്ക് കുറഞ്ഞത്. ഓക്കെ. അടുത്തത്, ഡിഫൈനിങ് ദ പ്രോബ്ലം ക്ലിയർലി. ആ ഒരു പ്രോബ്ലത്തെ ഡിഫൈൻ ചെയ്യുക ക്ലിയറായിട്ട്. അണ്ടർസ്റ്റാൻഡ് ദ എക്സാക്ട് നേച്ചർ ആൻഡ് കോസ്. ആ ഒരു പ്രോബ്ലത്തിൻ്റെ നേച്ചർ എന്താണ്, കോസ് എന്താണെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. റെക്കഗ്നൈസിങ് ടൈം മാനേജ്മെൻറ്റ് ആസ് ദ കോസ്. എക്സാമിന് മാർക്ക് കുറയാൻ കാരണം ടൈം ആണെങ്കിൽ, അതായത് ടൈം തീരെയില്ല, നമുക്ക് എഴുതി തീർക്കാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാർക്ക് കുറയും അല്ലേ. അപ്പോൾ ടൈമാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ടൈം അവിടെ മാനേജ് ചെയ്യാൻ പഠിക്കണം. അടുത്തത്, ജനറേറ്റിംഗ് പോസിബിൾ സൊല്യൂഷൻസ്. പറ്റുന്ന രീതിയിലുള്ള പോസിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. ബ്രെയിൻ സ്റ്റോം പൊട്ടൻഷ്യൽ സൊല്യൂഷൻസ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. സ്റ്റഡി ടൈം ടേബിൾ, ജോയിനിങ് റിവിഷൻ ഗ്രൂപ്പ്, സീക്കിംഗ് ഹെൽപ്പ്. ടീച്ചറിൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാം, അതാണ് സീക്കിംഗ് ഹെൽപ്പ്. ടീച്ചറോ പ്രൊഫസറോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് എന്നൊക്കെ ചോദിക്കാം. സ്റ്റഡി ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാം. പിന്നെ റിവിഷൻ ഗ്രൂപ്പിലൊക്കെ പഠിക്കാം. പിന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ കൂളിയുടെ കമൻറ്റിലും വന്നിടണം കേട്ടോ, എന്നെ മറന്നു കളയല്ലേ. പിന്നെ അടുത്തത്, ഇവാലുവേറ്റിംഗ് ആൾട്ടർനേറ്റീവ്സ്. അതായത് പ്രോസ് എന്താണ്, കോൺസ് എന്താണെന്ന് അനലൈസ് ചെയ്യുക വ്യക്തമായിട്ട്. അതായത് ഈ ഒരു കാര്യം ഞാൻ പഠിക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്. ചൂസിങ് സെൽഫ് സ്റ്റഡി ടൈം ടേബിൾ ഓവർ എ ഗ്രൂപ്പ് സെക്ഷൻ. അതായത് ഒരു ഗ്രൂപ്പ് സെക്ഷൻ ആണോ എനിക്ക് നല്ലത്, ഗ്രൂപ്പ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ത്, ഡിസഡ്വാൻറ്റേജ് എന്ത്. ഞാൻ സ്വന്തമായിട്ട് പഠിച്ചാൽ എനിക്ക് അവിടെ ഉണ്ടാകുന്ന അഡ്വാൻറ്റേജ് എന്ത്, ഡിസഡ്വാൻറ്റേജ് എന്ത്. ഓക്കെ. അടുത്തത്, സെലക്ടിങ് ദ ബെസ്റ്റ് സൊല്യൂഷൻസ്. ബെസ്റ്റ് സൊല്യൂഷൻ സെലക്ട് ചെയ്യുക. അതായത് പിക്ക് ദ മോസ്റ്റ് പ്രാക്ടിക്കൽ ഓപ്ഷൻ. പ്രാക്ടിക്കലായിട്ടുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നോക്കുക. സ്റ്റഡി 2 hours ഡെയിലി ആസ് എ പെർ ഷെഡ്യൂൾ. ഇപ്പോൾ നിങ്ങൾ ടൈം ടേബിളിൽ ഡെയിലി ഒരു 2 hour പഠിക്കാനാണ് തീരുമാനിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കുക. ഡെയിലി 2 hour വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ റിവൈസൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും എക്സാം സമയമാകുമ്പോൾ നിങ്ങൾക്ക് എഴുതാനുള്ളത് ഉണ്ടാകും അവിടെ. പിന്നെ ഇംപ്ലിമെൻറ്റിങ് ദ സൊല്യൂഷൻ. ഈ സൊല്യൂഷൻസ് എല്ലാം വെറുതെ എഴുതിക്കൂട്ടി അല്ലെങ്കിൽ മനസ്സിൽ വരച്ചിട്ടിട്ട് കാര്യമില്ല, എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യണം, പ്രവർത്തിക്കണം. പുട്ട് ദ സൊല്യൂഷൻ ഇൻ ടു ആക്ഷൻ. ആക്ഷനിലേക്ക് കൊണ്ടുവരണം. ഫോളോ ദ ടൈം ടേബിൾ കൺസിസ്റ്റൻ്റ്ലി. അതായത് ടൈം ടേബിളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കണം, രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട്, രാത്രി. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രവർത്തിക്കണം. ഇത്ര നേരം ഞാൻ പഠിക്കും, ഈ ഒരു സമയത്ത് ഞാൻ എഴുന്നേൽക്കും. ചിലപ്പോൾ നമ്മൾ ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒന്നും ചെയ്യില്ലല്ലേ, മടിച്ചിരിക്കും. ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, മാർക്ക് വാങ്ങണമെങ്കിൽ കുറച്ചൊക്കെ കഷ്ടപ്പെടണം അല്ലേ. ഈ ലോകത്ത് കഷ്ടപ്പെടാത്തതായിട്ട് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടിട്ട് നേടിയെടുക്കുന്നതിനൊരു സുഖമാണ്. അതുപോലെ തന്നെ കഷ്ടപ്പെടാതെ ഒന്നും കിട്ടത്തുമില്ല. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ടൈം ടേബിൾ ഉണ്ടാക്കി വയ്ക്കില്ല കേട്ടോ. രാവിലെ കുഴിമന്തി, ഉച്ചയ്ക്ക് കുഴിമന്തി, വൈകുന്നേരം കുഴിമന്തി,
രാത്രി കുഴിമന്തി, അല്ലെങ്കിൽ രാവിലെ പൊറോട്ട, ചിക്കൻ, പിന്നെ ഉച്ചയ്ക്ക് ബിരിയാണി, കേട്ടോ. അതിന് പകരം ഇങ്ങനത്തെ ടൈം ടേബിളൊക്കെ ഒന്ന് ചെയ്ത് നോക്ക്. പിന്നെ ഇവാലുവേറ്റിംഗ് ദ ഔട്ട്കം, കിട്ടുന്ന ഔട്ട്കത്തെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക. അസസ് വെദർ ദ പ്രോബ്ലം ഈസ് റിസോൾവ്. എക്സാമ്പിൾ, ഇംപ്രൂവ്ഡ് എക്സാം സ്കോർ കൺഫേം സക്സസ്. അതായത് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കിയിട്ടൊന്ന് നോക്കണം, പരീക്ഷയ്ക്ക് എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടോ, ഞാൻ പാസ്സാകുന്നുണ്ടോ, മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ടോ, ഞാൻ ഹാപ്പി ആകുന്നുണ്ടോ. മറ്റുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ ഫ്രണ്ട്സ് എത്ര മാർക്ക് കൂടുതൽ വാങ്ങി, അല്ലെങ്കിൽ അവർ കുറച്ച് വാങ്ങിയോ, അതൊന്നും നിങ്ങൾ സമ്മതിക്കുന്ന വിഷയമേ അല്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക. നിങ്ങൾ ഹാപ്പിയാണോ? നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലം സോൾവിങ് ടെക്നിക്സൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്കത് സക്സസ് ആയോ എങ്കിൽ അത് ഫോളോ ചെയ്യുക. ആയില്ല എന്നുണ്ടെങ്കിൽ അഴിച്ച് പണിയുക, വീണ്ടും സ്റ്റെപ്പുകൾ ക്രിയേറ്റ് ചെയ്യുക, വീണ്ടും പണി തുടങ്ങുക. ഓക്കെ. അടുത്തത് സ്ട്രാറ്റജീസ് ഓഫ് പ്രോബ്ലം സോൾവിങ്. ഇനി എന്തൊക്കെ സ്ട്രാറ്റജീസ്? നേരത്തെ നമ്മൾ സ്റ്റെപ്പ് പഠിച്ചു, ഇനി നമുക്ക് സ്ട്രാറ്റജീസ് നോക്കാം. ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, ട്രൈയിങ് ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് അൺടിൽ വൺ വർക്ക്. അതായത് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു സൊല്യൂഷൻ കിട്ടുന്ന വരെ പലതും ട്രൈ ചെയ്യുക. അതാണ് ഈ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്നത്. ആദ്യം ചെയ്യും, പിന്നെ തോറ്റും, വീണ്ടും ചെയ്യും, തോറ്റും, അവസാനം ഏതെങ്കിലുമൊക്കെ ഒന്ന് കിട്ടൂലേ, ഏതെങ്കിലുമൊക്കെ ഒരു ബെസ്റ്റ് മെത്തേഡ് നമുക്ക് കിട്ടും. പിന്നെ ഒരു എക്സാമ്പിളാണ് അറ്റംപ്റ്റിംഗ് വേരിയസ് പസിൽ ആൻസേഴ്സ് അൺടിൽ കറക്റ്റ്. അല്ലേ, കറക്റ്റ് ആകുന്നവരെ നിങ്ങൾ ആ ഒരു പസിൽ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കിത് കറക്റ്റായില്ല, ഞാനിത് വിട്ട്, എനിക്കിതൊന്നും കിട്ടണില്ല, ഞാനത് തോറ്റ്, ഇനി ഞാൻ ചെയ്യൂല, അങ്ങനെ മാറിപ്പോകരുത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, പല കുട്ടികൾക്ക് സൈക്കോളജിക്ക് സപ്ലി കിട്ടിയവരുണ്ട്. സെമസ്റ്റർ 6 ആണെങ്കിലും 5 ആണെങ്കിലും 4, 2, 3, 1. ഓക്കെ, എനിക്ക് അവരുടെ അടുത്ത് അങ്ങനെയുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികൾക്ക് അറിയാമെങ്കിൽ എൻ്റെ ഒരു വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ നിങ്ങൾ. അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുത്താലും മതി. നമ്മൾ തോറ്റാലേ പഠിക്കുകയുള്ളൂ. തോറ്റെന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു എക്സാമാണ്, ജയിച്ച് കയറാമെന്നുള്ളതേ ഉള്ളൂ, പഠിച്ചെടുക്കാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. അതാണ് നമ്മുടെ ഈ സൈക്കോളജിയുടെ പ്രത്യേകത. നമ്മൾ ഫെയിലാവും, സാരമില്ല, വീണ്ടും എഴുതുക, വീണ്ടും കോൺസെപ്റ്റ് മനസ്സിലാക്കുക, കുത്തിയിരുന്ന് പഠിക്കുക, ജയിച്ചിരിക്കും കേട്ടോ. അതോർത്ത് ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല. തോറ്റവനെ ലോകത്ത് ജയിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ പസിൽ ചെയ്തു ഫെയിലായി പോയി എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, വീണ്ടും പസിൽ ചെയ്യുക കേട്ടോ. അടുത്താണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ്. അടുത്ത് ആൽഗരിതമിക് അപ്രോച്ച്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റൂള് അല്ലെങ്കിൽ ഫോർമുല ഗ്യാരണ്ടി എ സൊല്യൂഷൻ. പ്രോബ്ലം സോൾവിങ് എ മാത്ത് പ്രോബ്ലം യൂസിങ് എ ഫോർമുല. അല്ലേ, കണക്കുകളൊക്കെ നമ്മൾ എന്താ ആൾജിബ്രിക് ഇക്വേഷനൊക്കെ ഫോർമുലയൊക്കെ യൂസ് ചെയ്യില്ലേ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അങ്ങനെയുള്ളൊരു മെത്തേഡാണിത്. ഇനി ഹ്യൂറിസ്റ്റിക് മെത്തേഡെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് മെൻ്റൽ ഷോർട്ട് കട്ട്, പാസ്റ്റ് എക്സ്പീരിയൻസ് ബേസ് ആക്കിയിട്ട് മെൻ്റൽ ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. അതായത് ഗെസ്സിങ് ലൈക്ലി എക്സാം ക്വസ്റ്റ്യൻസ് ഫ്രം പ്രീവിയസ് ഇയർ പാറ്റേൺസ്. അതായത് നമ്മൾ ഇപ്പോൾ സെമസ്റ്റർ 6 എക്സാമിന് പോയിരിക്കുന്നതിന് മുന്നേ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് സെമസ്റ്റർ 6 എക്സാമിൻ്റെ BSc സൈക്കോളജി സെമസ്റ്റർ 6 എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ടോ ആ സബ്ജക്റ്റിൻ്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ. ഇതിപ്പം എലക്റ്റീവ് കോഴ്സ് ആയതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇതിൻ്റെ സൈക്കോളജി ഫോർ അക്കാഡമിക് എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്ന ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് നോക്കണം. 15 മാർക്ക്, 4 മാർക്ക്, 2 മാർക്ക്, 1 മാർക്ക്. നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. 15 മാർക്ക് 4 മാർക്ക് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 2 മാർക്ക് 1 മാർക്ക് എഴുതാൻ നിങ്ങൾക്ക് പറ്റും. ഇത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമാണ് കേട്ടോ. ഇനി 15 മാർക്കിന് നിങ്ങൾ എഴുതേണ്ടത് എത്ര പേജാണ്? 3 പേജ്. 3 അരയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ. 4 എഴുതിയാലും പ്രശ്നമില്ല, പക്ഷേ സമയം നോക്കിക്കൊള്ളണം, ടൈം മാനേജ്മെൻറ്റ്. ഞാനൊരു 3 പേജ് എഴുതിയിട്ടുള്ളൂ. ഓക്കെ,
4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര പേജ് എഴുതണം? 1.5 പേജ് മതി. 2 എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ എഴുതിക്കോ, പക്ഷേ ടൈം മാനേജ് ചെയ്യണം. ഞാൻ 1.5 പേജ് എഴുതിയിട്ടുള്ളൂ. 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എത്ര പേജ്? 1/2 പേജ്. അതിലപ്പുറം വലിച്ചു നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല. 1 മാർക്കിൻ്റെ അല്ലെങ്കിൽ 1 വേർഡൊക്കെ ആണെങ്കിൽ 1 വേർഡ് അല്ലെങ്കിൽ 1 സെൻറ്റൻസ്, കാര്യം കഴിഞ്ഞു. ഇതെനിക്ക് ഇങ്ങനെ മനസ്സിലായി, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് മനസ്സിലായി. പിന്നെ പരീക്ഷയുടെ ആ സമയത്തൊക്കെ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ കയ്യിൽ വെച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ സ്വന്തം നോട്ടും. ഇത് രണ്ടും കൊണ്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കണത്. അപ്പോൾ അതേപോലത്തെ കാര്യങ്ങളാണ് ഈ ഹ്യൂറിസ്റ്റിക് മെത്തേഡിൽ വരുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ മെൻ്റൽ ഷോർട്ട് കട്ടൊക്കെ യൂസ് ചെയ്യണം. വേറൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. 2026 വരുന്ന ക്വസ്റ്റ്യൻ ഏതൊക്കെയായിരിക്കാം, ഏതൊക്കെയാണ് എന്നുള്ളൊരു ഐഡിയ കിട്ടും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. എന്തായാലും ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട്. ഈ പോർഷൻ എല്ലാം കഴിഞ്ഞിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഈ എഴുതുന്ന കാര്യങ്ങളൊക്കെ. അടുത്തത് ഇൻസൈറ്റ് ലേണിംഗ്. ഇൻസൈറ്റ് ലേണിംഗ് അതായത് സഡൻ റിയലൈസേഷൻ ഓഫ് ദി സൊല്യൂഷൻസ്. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് സൊല്യൂഷൻ സഡനായിട്ട് നമുക്ക് റിയലൈസേഷൻ കിട്ടി. ഇത് കൊള്ളാമല്ലോ, ഈ ഒരു ഐഡിയ അപ്ലൈ ചെയ്യാമല്ലോ. അങ്ങനെ സഡൻലി അണ്ടർസ്റ്റാൻഡിങ് എ ജിയോമെട്രി പ്രോബ്ലം അല്ലേ. ജിയോമെട്രി എനിക്ക് ഏറ്റവും ഇഷ്ടം ജിയോമെട്രിയാണ് കേട്ടോ. മാത്സ് പഠിക്കുമ്പോൾ ആൾജിബ്രയെക്കാളും എനിക്ക് ഭയങ്കര ഇഷ്ടം ജിയോമെട്രിയാണ്. അപ്പോൾ ആ ജിയോമെട്രിയിൽ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ച പണ്ടത്തെ ആ ഒരു പ്രൊട്രാക്ടർ ഒക്കെ വെച്ചിട്ട് നോക്കുമല്ലോ, ഇപ്പം ഞാൻ മറന്നുപോയി. അപ്പോൾ അതൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ ഐഡിയ കിട്ടും. ഇത്രയല്ല, ആർക്കൊക്കെ വരയ്ക്കുക, ബൈസെക്ഷനോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടല്ലോ, അതൊക്കെ നോക്കുക. ഒരു സഡൻ റിയലൈസേഷൻ. ഓക്കെ, പിന്നെ വരുന്നത് എന്താണ്? മീൻസ് എൻഡ് അനാലിസിസ്. അതായത് ബ്രേക്കിംഗ് എ പ്രോബ്ലം ഇൻറ്റു സ്മോളർ സബ് പ്രോബ്ലം. ഒരു പ്രോബ്ലം ഉണ്ടായാൽ അതിനെ ചെറിയ ചെറിയ പ്രോബ്ലം ആക്കി കുഞ്ഞു കുഞ്ഞു സൊല്യൂഷനാക്കി ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തീർത്ത് കഴിഞ്ഞാൽ സിമ്പിളായിരിക്കും, അവിടെ പ്രോബ്ലമേ ഇല്ല. ഡിവൈഡിങ് സിലബസ് ഇൻറ്റു ഡെയിലി പോർഷൻ ഫോർ എക്സാം പ്രിപ്പറേഷൻ. എക്സാമിൻ്റെ തലേ ദിവസം പലവരും സിലബസ് നോക്കും, നോട്ട് പ്രിപ്പയർ ചെയ്യാൻ ഓടും. അങ്ങനെ ചെയ്യല്ല കേട്ടോ. നമ്മൾ നേരത്തെ ഒരു തവണയെങ്കിലും സിലബസ് ഒന്ന് വായിച്ചു വെക്കണം. എന്നിട്ട് പരീക്ഷയ്ക്ക് മുന്നേ പഠിച്ചു തുടങ്ങാൻ നോക്കുക. അതാകുമ്പം അവസാന സമയത്തുള്ള ആ ഒരു സ്ട്രെസ്സും ഓട്ടമൊന്നും ആവശ്യമില്ല, നേരത്തെയൊക്കെ തീർത്ത് കഴിഞ്ഞാൽ. അപ്പം ആ ഡെയിലി ആ പോർഷൻ എന്താണെന്ന് നോക്കിയിട്ട് സിലബസ് അനുസരിച്ച് നോട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാം പഠിച്ചങ്ങ് മാറ്റി വയ്ക്കുക. എന്തിനാണ് നമ്മൾ ഈ അവസാന സമയത്ത് കിടന്ന് ഓടുന്നത്? പഠനത്തിൻ്റെ കാര്യമല്ലേ, ഓടേണ്ട ആവശ്യമില്ല. സ്ട്രെസ്സ് എന്തിനാണ് നമ്മൾ ശരീരത്തിന് സ്ട്രെസ്സ് കൊടുക്കുന്നത്? നമ്മുടെ ബ്രെയിനിന് സ്ട്രെസ്സ് വന്നാൽ നമ്മുടെ വയറിന് സ്ട്രെസ്സ് വരും അല്ലേ. കാരണം എന്താ, ബ്രെയിനും സ്റ്റൊമക്കും കണക്ഷനുണ്ട്. ഫിസിയോളജി പഠിച്ചില്ലേ, സൈക്കോളജിയുടെ ഫിസിയോളജി. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് നമ്മൾ സ്ട്രെസ്സ് കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കണ്ട കേട്ടോ. ദെൻ അനലോഗി ബേസ്ഡ് പ്രോബ്ലം സോൾവിങ്. അതായത് അപ്ലൈയിങ് സൊല്യൂഷൻസ് ഫ്രം സിമിലർ പ്രീവിയസ് പ്രോബ്ലംസ്. അതായത് നേരത്തെ ഇതേപോലെയൊക്കെ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സെയിം പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ അപ്ലൈ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ സിമിലറായിട്ട് വരുന്ന ഈ ഒരു പ്രോബ്ലത്തിന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. യൂസിങ് എ മെത്തേഡ് ലേൺഡ് ഇൻ കെമിസ്ട്രി ടു സോൾവ് എ സിമിലർ ഫിസിക്സ് പ്രോബ്ലം. അതായത് ഫിസിക്സിൽ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ കെമിസ്ട്രിയിൽ ഇതേ പ്രോബ്ലം ചെയ്തിട്ടുണ്ടെങ്കിൽ സെയിം ആയിട്ട് കെമിസ്ട്രി ചെയ്ത അതേ ഇക്വേഷനും പ്രോബ്ലം സൊല്യൂഷനൊക്കെ നമുക്ക് ഫിസിക്സിൽ അപ്ലൈ ചെയ്യാം. മനസ്സിലായോ? അതായത് സെമസ്റ്റർ 2 നിങ്ങൾ ലേണിംഗ് ആൻഡ് പ്രോബ്ലം സോൾവിങ് സൈക്കോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് ആ നോട്ടൊക്കെ കയ്യിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് സെമസ്റ്റർ 6 അക്കാഡമിക് എൻഹാൻസ്മെൻറ്റിൽ നിങ്ങൾക്ക് പഠിച്ചുകൂടാ? എൻ്റെ ഐഡിയ പോയതുണ്ട്. ഓക്കെ, അടുത്തത് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ്. എഫക്റ്റീവ് പ്രോബ്ലം സോൾവിങ്ങിന് തടസ്സമായി നിൽക്കുന്ന ഈ കാര്യങ്ങളാണ് ബാരിയേഴ്സ്. എന്തൊക്കെയാണ് അത്? മെൻ്റൽ സെറ്റ്,
സ്റ്റിക്കിംഗ് ടു ഫാമിലിയർ മെത്തേഡ് ഈവൻ വെൻ ഇൻഎഫക്റ്റീവ്. അതായത് നമുക്ക് ആ ഒരു മെത്തേഡ് പറ്റൂല എങ്കിലും നമ്മൾ അതിൽ തന്നെ പിടിച്ച് നിൽക്കും. ഞാൻ പിടിച്ച കൊമ്പിന് എന്തോന്നുണ്ട് അറിയില്ല, ബാക്കി കമൻറ്റിൽ പറയണേ. ഓക്കെ, എക്സാമ്പിൾ, യൂസിങ് ദ സെയിം സ്റ്റഡി മെത്തേഡ് ഡെസ്പൈറ്റ് പുവർ റിസൾട്ട്. നിങ്ങൾക്ക് മാർക്ക് കുറയാനുള്ള കാരണം ആ ഒരു മെത്തേഡാണ്, എങ്കിൽ പോലും ആ ഒരു സ്റ്റഡി മെത്തേഡ് തന്നെ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ വിട്ട് പിടിക്കൂല. അതാണ് നമ്മുടെ മെൻ്റൽ സെറ്റ്. അത് മാറ്റിയെടുക്കണം കേട്ടോ. പിന്നെ അടുത്ത എന്താ, ഫങ്ഷണൽ ഫിക്സഡ്നെസ്. അതായത് ഇൻഎബിലിറ്റി ടു സീ ആൾട്ടർനേറ്റീവ് ഓർ യൂസസ് ആൻ ഒബ്ജക്റ്റ് ഓർ ഐഡിയ. അതായത് യൂസിങ് എ ബുക്ക് ഓൺലി ഫോർ റീഡിങ് നോട്ട് ആസ് എ സ്റ്റാൻഡ്. അതായത് ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്, ആ ഒരു കാര്യം അതിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും അത് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോട്ടാണ് ഈ ഫങ്ഷണൽ ഫിക്സഡ്നെസ് എന്ന് പറയുന്നത്. അതായത് ഈ തീപ്പെട്ടിയില്ലേ, മാച്ച് ബോക്സ്, തീപ്പെട്ടി നമുക്ക് അതിങ്ങനെ തീ കൊളുത്താനും പിന്നെ അതിന് ശേഷം കളയാനും ആ ഒരു തീപ്പെട്ടിയുടെ ബോക്സ്, അങ്ങനെയുള്ളൊരു ചിന്ത. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ തീപ്പെട്ടിയുടെ ബോക്സ് നമുക്ക് തീപ്പെട്ടി കൊള്ളികളെല്ലാം തീർന്നു പോയാൽ ആ ഒരു ബോക്സ് എന്തെങ്കിലും ഇട്ട് വയ്ക്കാനൊക്കെ യൂസ് ചെയ്തൂടെ? ചെയ്യാമല്ലോ. അതാ പറയുന്നത്. എക്സാമ്പിൾ എന്ന് ഉള്ള രീതിയിൽ ഞാൻ പറയുന്നതാണ് കേട്ടോ. അടുത്തത് ഇമോഷണൽ ബാരിയേഴ്സ്. അത് എന്തൊക്കെ ഇമോഷണൽ ബാരിയേഴ്സാണ്? ആൻസൈറ്റി, ഫിയർ, പിന്നെ എന്താ, സ്ട്രെസ് ആഫ്റ്റർ തിങ്കിങ്. ഓവർ തിങ്കിങ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ സുഖമായി അന്നത്തെ ദിവസം. എക്സാം ആൻസൈറ്റി ബ്ലോക്കിംഗ് ക്ലിയർ തോട്ട്, അല്ലേ? നമ്മുടെ ക്ലിയർ ആയിട്ടുള്ള തോട്ടിനെ ബ്ലോക്ക് ചെയ്യുന്നതാണ് എക്സാം ആൻസൈറ്റി. എന്തുകൊണ്ട് ഈ എക്സാം ആൻസൈറ്റി വരുന്നു? നേരത്തെ പഠിക്കാത്തത് കൊണ്ട്. നേരത്തെ പോർഷൻ തീർത്തിരുന്നെങ്കിൽ ഈ ആൻസൈറ്റി വരുമോ? ഇല്ല. എക്സാം ആൻസൈറ്റി മിക്കപ്പോഴും എക്സാമിൻ്റെ ആ ഒരു ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയിരിക്കുമ്പോൾ അവിടെ ആ ഒരു എക്സാം ഹോളിലും ഉണ്ടാകും. പിന്നെന്താ, തലേ ദിവസം എക്സാം ആൻസൈറ്റി ഉണ്ടാകും. എക്സാം ആൻസൈറ്റി ഉണ്ടായുള്ള പ്രശ്നം നിങ്ങൾക്കറിയാമോ? വയറ് പോകും, ലൂസ് മോഷൻ, ഡയറിയ, ലൂസ് മോഷൻ, പിന്നെ എന്താ വരുന്നത്, വൊമിറ്റിങ്, ഫിയർ, ഷിവറിങ്, പിന്നെ ഫീവർ, തലവേദന, ഹെഡേക്ക്, മൈഗ്രെയിൻ ഉൾപ്പെടെ എല്ലാം വരും ആൻസൈറ്റി വന്നു കഴിഞ്ഞാൽ. ബിക്കോസ് അത് നമുക്ക് സ്റ്റൊമക്കിന് കണക്ഷൻ കൊടുക്കുന്നുണ്ട്. പിന്നെ നേരെ ബ്രെയിനിൽ, മൈൻഡ് അല്ലേ? പിന്നെ നമുക്കൊന്നും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ തോറ്റുപോകും എന്നുള്ളൊരു മൈൻഡ് മെൻ്റൽ സെറ്റ് കൊടുക്കും. ഓക്കെ, അപ്പം നീ പഠിച്ചില്ല, നിൻ്റെ കാര്യം പോക്ക്, ഗോവിന്ദ, ആ ഒരു രീതി ആയിപ്പോൾ. അതായത് നീ ഫെയിലാവും, നീ പഠിച്ചില്ല, അങ്ങനെയുള്ളൊരു ആൻസൈറ്റി ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് നേരത്തെ പഠിക്കാൻ നോക്ക്, ഈ വക കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കണമെങ്കിൽ. പിന്നെ എന്താ വരുന്നത്, ലാക്ക് ഓഫ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെ കാര്യമൊക്കെ ഒരുമാതിരി ഇങ്ങനെയാണ്, തൂവലിങ്ങനെ പറന്ന് കിടക്കും പോലെയുള്ളൊരു ഫീലായിരിക്കും. ലോ ഇൻട്രസ്റ്റ് എഫേർട്ട് റെഡ്യൂസിങ് എഫേർട്ട്. അതായത് നിങ്ങൾക്ക് സെൽഫ് മോട്ടിവേഷൻ വേണം. സെൽഫ് മോട്ടിവേഷൻ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മോട്ടിവേഷൻ. ഇപ്പം നമ്മുടെ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ എവിടെ മോട്ടിവേഷനാണല്ലേ? ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും മോട്ടിവേഷനാണ്, സ്കൂളിലും കോളേജിലും എല്ലാ സ്ഥലത്തും മോട്ടിവേഷനാണ്. പക്ഷേ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ 10,000 കണക്കിന് മോട്ടിവേഷൻ കണ്ടാലും കേട്ടാലും സെൽഫ് മോട്ടിവേഷൻ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രയോജനവും ഇല്ല കേട്ടോ. ഞാനീ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? കാരണം ഇത് എൻ്റെ ജീവിതത്തിൽ എഫക്റ്റായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കൂടുതലിയോ പറയത്തുള്ളൂ. ഞാൻ കുറേ മോട്ടിവേഷൻ കേട്ടിട്ടുണ്ട്, കുറേ മോട്ടിവേഷൻ വീഡിയോസ് കണ്ടിട്ടുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ മോട്ടിവേറ്റ് ആകണം, ഞാൻ സെൽഫ് മോട്ടിവേറ്റ് ആകണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വിചാരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ തന്നെ വിചാരിക്കണം, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് വേണ്ടി മോട്ടിവേഷൻ ഇടണം. അതാണ് ഈ സെൽഫ് മോട്ടിവേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ലോ ഇൻട്രസ്റ്റ് ഉണ്ടാകും. ഇൻട്രസ്റ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ എഫേർട്ട് ഇടുന്നത് കുറയും അല്ലേ? എക്സാം ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ആ ഒരു ചില സമയത്ത് ആ ഒരു ടോപ്പിക്ക് ഇഷ്ടമല്ല, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളവിടെ ഇൻട്രസ്റ്റ് ലോ ആകും, ആ ഇടുന്ന എഫേർട്ടും കുറയും. അവോയ്ഡിങ് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഡ്യൂ ടു ലേസിനെസ്. പിന്നെ മടി വരുന്ന സമയത്ത് നമ്മൾ ചില ക്വസ്റ്റ്യൻസൊക്കെ അവോയ്ഡ് ചെയ്യാറുണ്ട്.
പിന്നെ വരുന്നത് എന്താ? ലാക്ക് ഓഫ് ഇൻഫോർമേഷൻസ് കുറവ്, ലാക്ക്. എന്താ അത്? ഇൻസഫിഷ്യൻറ്റ് നോളേജ് അബൌട്ട് ദ പ്രോബ്ലം. ആ ഒരു പ്രോബ്ലത്തെ പറ്റിയിട്ട് ശരിക്കുള്ള നോളേജ് ഇല്ല, അല്ലെങ്കിൽ നോളേജ് കുറവ്. അറ്റംപ്റ്റിങ് എ ക്വസ്റ്റ്യൻ വിത്തൗട്ട് അണ്ടർസ്റ്റാൻഡിങ് ദ കോൺസെപ്റ്റ്. നമ്മൾ പലവരും ഈ ഒരു രീതിയാണ് ചെയ്യുന്നത്. എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഒന്നായിരിക്കും, പക്ഷെ നമ്മൾ വായിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് വേറൊന്നായിരിക്കും, അല്ലേ? അപ്പോൾ ശരിക്കും ആ ക്വസ്റ്റ്യൻ എന്താണ്, ആ കോൺസെപ്റ്റ്, ആ ക്വസ്റ്റ്യനിൽ എന്താ സംഭവം എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എഴുതാനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രോബ്ലം സോൾവിങ്ങിൽ വരുന്നത്. ഇത് പാർട്ട് 3 ആണ് കേട്ടോ. അപ്പം എന്താ പറയണ്ടേ? ബൈ ബൈ. അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. ബൈ ബൈ.